സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യത്വം മരവിച്ച, അല്ലെങ്കിൽ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൽ, അങ്ങനെ കുറെ വർഗങ്ങൾ കേരളത്തിലെ ചാനലുകൾ നടത്തുന്നുണ്ട്. അവര് ജനമധ്യത്തിൽ തുറന്നു കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, മറുനാടൻ മലയാളി. രണ്ട്, ഒരു സുനില് വടയാർ എന്നാണ് അവൻ പറയുന്നത്. അപ്പൊ യവന്മാർ രണ്ടുപേരും ജേർണലിസം പഠിച്ചവന്മാരാണ്. അപ്പൊ ജേർണലിസം പഠിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ്? സംഘപരിവാറുകാരുടെ കുഴലൂതാൻ വേണ്ടി മാത്രമാണ് യവന്മാര് ജേർണലിസം പഠിക്കാൻ പോയത്. സത്യസന്ധമായ ജേർണലിസം എന്താണെന്ന് യവന്മാർ വേറെ ഇനിയും പോയി പഠിക്കണം. കാരണം ഇവർക്ക് രണ്ടുപേർക്കും പെമ്മൽക്ക് ഉണ്ടാകാനാണ് സാധ്യത. പക്ഷെ എന്തായാലും ഷാജസ് കളിയാക്കി മകളുണ്ട്, അവന് ഭാര്യയുണ്ട്. ഈ സുനിൽ എന്ന് പറയുന്ന ദണ്ഡി ഇന്ത്യ എന്നും പറഞ്ഞാണ് ഒരു ചാനൽ നടത്തുന്ന. അവന് പെമ്മക്കളുണ്ടോ ആമക്കളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, 10 വയസ്സുള്ള പിതാവില്ലാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എത്രയെങ്കിലും പ്രാവശ്യം. അതിന് ആ പീഡിപ്പിച്ചവൻ അധ്യാപകനാണ്, ആ സ്കൂളിലെ അധ്യാപകനാണ് പീഡിപ്പിച്ചത്. അവൻ സംഘപരിവാർ RSS കുടുംബത്തിൽപ്പെട്ടവനാണ്. RSSന്റെ വലിയ നേതാവാണ്, അവിടുത്തെ അധ്യാപക സംഘടനയുടെ ജില്ലാ നേതാവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങളുള്ളവനാണ്. അപ്പോൾ മനഃപൂർവമായിട്ട് മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്തിലുള്ള സ്കൂളിലെ അധ്യാപകനാണ് അവൻ. അപ്പൊ അങ്ങനെ ആ സ്ഥലത്തുള്ള മുസ്ലിം ഭൂരിപക്ഷം വരുന്ന സ്കൂളിലെ അധ്യാപകനായതുകൊണ്ടു ഈ പൗരത്വ ഭേദഗതി ബന്ധപ്പെട്ട് ഈ അധ്യാപകൻ ഒരു പോസ്റ്റ് ഇട്ടുവെന്നും, ആ പോസ്റ്റ് ഇട്ടതില് പ്രകോപിതരായി മുസ്ലിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് യവനെ ഈ കേസിൽ പെടുത്തിയതാണെന്നും നമ്മൾ ആലോചിക്കണം. എന്തുമാത്രം വൃത്തികെട്ട മനസ്സിന്റെ ഉടമകൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊള്ളാമല്ല. ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മുസ്ലിങ്ങളെ, മുസ്ലിം ഭൂരിപക്ഷമുള്ളിടത്ത് ഹിന്ദുക്കളെയും, ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ളിടത്ത് ഈ രണ്ടുപേരെയും പ്രതികളാക്കാമല്ലോ. അപ്പോ അതൊക്കെ ചെറ്റത്തരമാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവൻ അവന് മാനസിക വൈകൃതമുള്ളവനാണ്. അവന്റെ മനസ്സെന്ന് പറയുന്നത് വികൃതമായ മനസ്സിന്റെ ഉടമയാണ്. അപ്പൊ ഇങ്ങനെ ഉള്ളവന്മാരാണ് കേരളത്തിൽ ചാനൽ നടത്തുന്നത്. അപ്പൊ ഇവർക്കെല്ലാം എന്ത് വിസർജ്യം കിട്ടിയാലും മതി. അത് കിട്ടിയാൽ അവരവരുടെ അഭിപ്രായങ്ങൾ മാറ്റി പറയും.